ഞാൻ പറയട്ടെ, എന്തായി, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് രാവിലെ എണീക്കുമ്പോഴത്തേക്ക് അർജൻറ്റീന കളി ജയിച്ച് മെസ്സി ഹാട്രിക് അടിച്ച് ആ വാർത്തയൊക്കെ കണ്ടാണ് എണീക്കണേ ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ ഞാൻ ഒരു സംഭവം ഓർക്കണമായിരുന്നു. പിന്നെ ഈ കണ്ടൻറ് ക്രിയേഷൻ എന്ന് പറഞ്ഞ പരിപാടി ചെയ്യണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹം കുറേ നാളുണ്ടായിരുന്നു. പക്ഷേ ആളുകൾ എന്ത് വിചാരിക്കും, കളിയാക്കില്ല എന്നുള്ള അങ്ങനത്തെ ഒരു ചിന്തയൊക്കെ ഉണ്ടാവില്ല. അങ്ങനെ വേണ്ടെന്ന് വെച്ചതാണ്. ഇന്നലെ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞ് നമ്മൾ നോർമലാണെന്നുള്ള ആളുകളുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട, അത് കീറി കളഞ്ഞേക്ക്, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, അങ്ങനെയുള്ളൊരു സാധനം ഞാൻ കേട്ടു. അപ്പോൾ ഞാനപ്പോൾ ആലോചിച്ച് ഇന്ന് ഈ കാര്യം ഓർമ്മ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളോടും കൂടി പറയണമെന്ന് തോന്നി. 2014 വേൾഡ് കപ്പ് സമയത്ത് അർജൻറ്റീന തോറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ 3 കൂട്ടുകാർ ഷർട്ടൂരി ഒരു 2 ലാപ്പ്, ഞാൻ എറണാകുളത്ത് വൈറ്റിലാണ് എൻ്റെ വീട്, അപ്പോൾ അവിടെ 2 ലാപ്പ് ഇടുമെന്ന് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ബെറ്റ് വെച്ച് അന്നത്തെ കളിയിൽ അർജൻറ്റീന പുറത്തായി. അപ്പോൾ ഇത് ചെയ്യേണ്ടി വന്നു. ചെയ്യണ സമയത്ത് രാത്രി ഒരു 12-1 മണി സമയത്ത് ഞങ്ങൾ ആ പോലീസ് പിടിച്ച്, ഏത് മഫ്തിയിൽ സംഭവം ചെയ്തത് കന്നന്തിരിവായതുകൊണ്ട് പോലീസ് പിടിച്ച് കറക്റ്റായിട്ട് അവരുടെ മുമ്പിൽ ചെന്ന് പെട്ട്. പിന്നെ വേൾഡ് കപ്പ് സമയമായതുകൊണ്ട് നാട്ടുകാരും ഉറങ്ങൂലല്ല, എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാവരും കണ്ട്. ഇത് വീട്ടിലെറിഞ്ഞ്, എൻ്റെ വീട് റോട്ടിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് കയറിയിട്ടാണ്. അപ്പം അപ്പനെ കറിഞ്ഞ് ഒരു ഷർട്ടൊക്കെ അപ്പൻ രാത്രി പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ ഇവർ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഷർട്ടൊന്നും ഇല്ലാണ്ട് ഞാൻ എൻ്റെ കമ്പനിക്കാരൻ ജീപ്പിൻ്റെ പുറകിലിരിക്കണേ ചാറായി. വീട്ടിലും പിന്നെ ഈ പറഞ്ഞ പോലെ നാട്ടിലും. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിലും 18 വന്ന്, അപ്പോഴും നമ്മൾ ജയിച്ചില്ലല്ലോ. അപ്പോഴൊക്കെ ഭയങ്കര വിഷമം വരുന്നു. ഞാൻ സപ്പോർട്ട് ചെയ്യണ ടീമൊന്നും എന്താ ജയിക്കാത്ത, അങ്ങനത്തെ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ടാവില്ല. ഞാൻ ആകെ ഒരു സീസണൽ മെസ്സി ഫാനാണ്. അപ്പോൾ സീരിയസ് ആയിട്ടുള്ള എന്തോരോ ആരാധകരുണ്ടായിരുന്നു. മറ്റേ ടീമിൻ്റെ നിങ്ങൾ കളർ ടി വിയിൽ കപ്പ് കണ്ടിട്ടുണ്ടാകാ എന്നുള്ള ചോദ്യത്തിൻ്റെയൊക്കെ മുമ്പിൽ എപ്പോഴും ഭയങ്കര വിഷമത്തിലിരിക്കണ കുറേ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ അബദ്ധവശാൽ 2022 ഖത്തറിൽ ജോലി കിട്ടി ഞാൻ ഇങ്ങോട്ട് വന്ന് എനിക്ക് വേൾഡ് കപ്പ് നേരിട്ട് കാണാൻ പറ്റി. ഞാൻ ആദ്യമായിട്ട് കണ്ട വേൾഡ് കപ്പിൽ എൻ്റെ ഫേവറേറ്റ് ടീം അർജൻറ്റീന കപ്പടിച്ച്, മെസ്സിനെ നേരിട്ട് കാണാൻ പറ്റി. അപ്പം ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ഹോപ്പില്ലാണ്ട്, അതായത് എന്ത് ചെയ്താലും എന്താ തോക്കണം, എല്ലാത്തിലും ഒടിയിട്ടണം എന്താണെന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഇപ്പം അങ്ങനെ ചിന്തിക്കാറില്ല, എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് എന്ന് ചിന്തിച്ച് തുടങ്ങി. അപ്പം അത്രേ ഉള്ളൂ. എനിക്ക് എന്താണ് കണ്ടൻറ് ക്രിയേഷൻ, എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല. എൻ്റെ കണ്ടൻറ് പോലും ഇല്ല. എൻ്റെ ഉള്ള കണ്ടൻറ് ഇതുപോലത്തെ സ്വന്തം അനുഭവങ്ങളാണ്, അല്ലെങ്കിൽ കൂട്ടുകാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോ കഥകളോ തമാശകളൊക്കെയാണ്. പിന്നെ ഇതൊരു ഐസ് ബ്രേക്കിംഗ് ആണ്. ഇതിൽ നിന്ന് ചിലപ്പോൾ എൻ്റെ നാണം പോകും.